ഫാക്ട് ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വസ്തുതകളിൽ നിന്ന് മാറി ഇപ്പം ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്യും. അതായത് സബ്ജക്റ്റ് അതുപോലെ തന്നെ ചാപ്റ്റർ, ഓക്കെ, സബ്ജക്റ്റും ചാപ്റ്ററും ഒക്കെ സിലബസിൽ മുമ്പും ഇപ്പം വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ചാപ്റ്ററിനുള്ളിൽ വരുന്ന ടോപ്പിക്സും അതുപോലെ തന്നെ സബ് ടോപ്പിക്സിന്റെ എണ്ണം കൂടിയെന്നുള്ളതാണ് പ്രകടമായിട്ടുള്ള മാറ്റം. ഒരു മാറ്റം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാറ്റത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് PSC മാറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോ പറഞ്ഞ പോലെ ടോപ്പിക്കുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളൊരു കാര്യം. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ റിനൈസൻസ്, കേരള ഹിസ്റ്ററിയിൽ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്താ പറയണ്ടേ, ചരിത്രാതീത കാലം തൊട്ട് തന്നെ നമ്മുടെ സിലബസിന്റെ ഭാഗമാണ് റിനൈസൻസ്, നവോത്ഥാനം എന്നുള്ളത്. പക്ഷെ നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാറ്റം വന്നിട്ടുള്ളത് ഇപ്പം വൈകുണ്ഠസ്വാമികൾ പണ്ട് നമ്മൾ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സംഘടന സമത്വ സമാജം. ഇന്ന് അതല്ല, ഇന്ന് ആ രീതിയിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതെന്ന് എടുക്കുക. അതിൽ ഏറ്റവും വലിയ കാര്യം ഏത് വർഷം ആരംഭിച്ചു, അല്ലെ വൈകുണ്ഠസ്വാമി ജനിച്ച കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഈ സമത്വ സമാജം യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? യോഗക്ഷേമ സഭയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അവിടെ നമുക്ക് പ്രതീക്ഷിക്കണം അടുത്ത പരീക്ഷയ്ക്ക്. അതായത് ഒരു പുതിയ ടോപ്പിക് അവിടെ വന്നു എന്നുള്ളതാണ്. പുതിയൊരു ടോപ്പിക് എന്താ വന്നിരിക്കുന്നത്? ഇപ്പം ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഈ സാമൂഹിക സംഘടനകൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അല്ലേ, അത് അവരുടെ ആ ഒരു സ്വാഭാവികമായിട്ടും യോഗക്ഷേമ സഭ പറയുമ്പോൾ VT ഭട്ടതിരിപ്പാട് പറയും, VT ഭട്ടതിരിപ്പാടിന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ ഇങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാസ്റ്റായിട്ട് ഒരുപാട് പേരെ പഠിക്കുന്നില്ല, പക്ഷെ കുറച്ച് പേരെ പഠിക്കുന്നതിനകത്ത് തന്നെ വാസ്റ്റായിട്ട് മാക്സിമം ടോപ്പിക്ക്, മാക്സിമം സബ് ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്.